ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഡേ കൗണ്ടർ മാറിയിട്ടുണ്ട്. കാരണം അത് 30 അല്ല, ഇപ്പം 30 പട്ടി തന്നെ നിൽക്കുന്നത്. ഞാൻ ഇതുപോലെ തന്നെ ഒരു 4ാമത്തെ എപ്പിസോഡിൽ നിന്ന് ഇൻട്രോ എടുത്തിട്ട് നേരെ നെതറിലോട്ടൊന്ന് പോയായിരുന്നു. ഞാൻ ഷീപ്പ് ഫാർം ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു. അതെനിക്ക് ഒബ്സർവർ മാത്രം കിട്ടിയില്ല. സോ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ക്വാഡ്സ് വേണം. ക്വാഡ്സ് എടുക്കാൻ വേണ്ടി ഞാൻ നെതറിലൊന്ന് പോയായിരുന്നു. ആ സമയത്ത് പുള്ളി ഒരു ഗോൾഡ് ആർമർ ഇട്ട ഒരു പിഗ്ലിൻ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് സോഡ ഉണ്ടായിരുന്നു. അവനത് കൊണ്ടുവന്നിട്ട് ഞാൻ ക്വാഡ്സൊക്കെ മൈൻ ചെയ്ത് തിരിച്ച് പോർട്ടിൽ കയറാൻ നേരം 1-2 വെട്ട് എന്നെ അങ്ങ് വെട്ടി. അപ്പോൾ തന്നെ ഞാൻ ചത്തുപോയി. ഹാർഡ്കോർ ഷീൽഡ് പിടിക്കാനുള്ള സമയം പോലും അവൻ തന്നില്ല. അപ്പോൾ തന്നെ എന്നെ വെട്ടിക്കൊന്നു. പിന്നെ ഞാൻ അധികമൊന്നും കളിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചാവുന്ന വരെ ഞാൻ അധികമൊന്നും കളിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നുകൊണ്ട് റീബിൽഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ചെയ്തു. അതേ സീഡേനെ വെച്ചൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തു. ഒരു വീടുണ്ടാക്കി. പിന്നെ ഹാൻഡ് ആർമർ സെറ്റ് ചെയ്തു. വില്ലേജിലും പോയി 2 വില്ലേജറിനെ കടത്തിക്കൊണ്ടുവന്നു. ഒരു ബ്രീഡർ സെറ്റ് ചെയ്തു. മൂന്നാമത്തെ എപ്പിസോഡ് വരെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നുകൂടെ ചെയ്തു. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റൊന്നും അല്ലായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ ഒരു ബ്രീഡർ ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഞാൻ ബ്രീഡർ ഉണ്ടാക്കിയത്. ഞാൻ മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ അങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് കുറച്ച് മാറ്റി അങ്ങ് ഉണ്ടാക്കി. കാരണം ഇനി എൻ്റെ വീടിൻ്റെ അടുത്ത് ഫാംസ് ഉണ്ടാക്കാൻ ഒരു രസമില്ല. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് ഒരു ഗാർഡനോ വല്ലതും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഹോഴ്സ് സ്റ്റേബിളോ അല്ലെങ്കിൽ മറ്റേ വാട്ടർ ഫൗണ്ടനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ഫാംസോളം ഞാൻ വീടെടുത്ത് ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാറ്റം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുതിരയും കണ്ടുപിടിച്ചായിരുന്നു. നമ്മുടെ ഡെസേർട്ട് നമ്മൾ കിട്ടിയ ഒരു ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കിയത് കണ്ട് ഇങ്ങോട്ടാണ് കണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് മറ്റേ എന്തായിരുന്നു കോബിൾ സ്റ്റോണും മറ്റേ വുഡൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇത് ഡയറക്റ്റ് വെച്ചാണ് ഉണ്ടാക്കിയത്. കാരണം എനിക്ക് എങ്ങനെയൊന്നും റീബിൽഡ് ചെയ്യാൻ മതി എന്നായിരുന്നു. ഇന്ന ബ്ലോക്കൊന്നും ഞാൻ നോക്കിയില്ല. ഓക്കെ, അങ്ങനെ 35 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ വെറും 10 ദിവസം കൊണ്ട് ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്രീഡറും വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്തൊരു വില്ലേജർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ബെഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചൊന്ന് മൈനിങ്ങിന് പോയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് ഒരു സ്റ്റാക്ക് അയൺ കിട്ടി. പിന്നെ 6 ഡയമണ്ട് കിട്ടി. പിന്നെ 4 ഗോൾഡൻ ആപ്പിൾ കിട്ടി. 3 എനിക്ക് ഡെസേർട്ട് ടെമ്പിളിൽ നിന്നും 1 എനിക്ക് മൈൻ ഷാഫ്റ്റിൽ നിന്ന് കിട്ടി. പിന്നെ 2 എമറാൾഡ് അത് കിട്ടി. അത്രയൊക്കെയാണ്. ഞാൻ ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് ഒരു പുതിയ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ എനിക്ക് എഫിഷ്യൻസി 5 ഒന്നും ഇല്ല, കാരണം ഞാൻ ഫിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല. 2-3 മണിക്കൂറത്തെ പണി ഉണ്ടായിരുന്നു എല്ലാം നമ്മളൊന്ന് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീപ്പ് ഫാർം തന്നെ ഉണ്ടാക്കാനാണ്. മറ്റേ ഓട്ടോമാറ്റിക് ഒന്നുമില്ല. ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. നെതറിലോട്ട് ഇനി പോകുന്നേ ഇല്ല. ഒരു ആർമറൊക്കെ ആയിട്ട് നെതറി പോകാൻ ഇനി നെതറി പോകാൻ നിൽക്കുന്നില്ല. ഓക്കെ, മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി ഫെൻസൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫാമില്ല, അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഷീപ്പ് ഫാർമാണ്. ഞങ്ങൾക്ക് ഒരു പിക്കെക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സോഡ് ഉണ്ടാക്കാം, ഒരു ഷവർ ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ, എൻ്റെ ഇപ്പോഴത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് എടുത്ത് വെച്ചേക്കാം. എനിക്കൊരു പുതിയ ഒരു ആക്സുകൾ ഉണ്ടാക്കണം. ഇതിപ്പോൾ പൊട്ടാറായി. ഓക്കെ, ഇത് രണ്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റാക്ക് വിട്ടൊന്ന് മൈൻ ചെയ്യണം. ഓക്കെ, ഒരു സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഇനി എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു പെറ്റൽസ് ഇത് ലിറ്റർ എന്നാണ് എൻ്റെ പേര്. ഞാൻ എടുക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്കത് കംപ്ലീറ്റ് ഈ ഒരു ഫെൻസ് ഉണ്ടാക്കാം. ഇത്രയും വേണമായിരുന്നു. ഇനി ഒരു ഗേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ആവശ്യം വരുമോ എന്തോ. വേറെ ഫുഡൊന്നുമില്ല. ഈ ഒരു വീറ്റ് മാത്രം എടുക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റാക്ക് ഉണ്ട്. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. സ്പീഡ് അങ്ങനെ സെറ്റ് ചെയ്യാം. അവൻ ഓടി വരുന്നുണ്ട്. വേണ്ട, ഒരുത്തരം സ്പോണായി. ഇവനെയും കൂടെ കൊണ്ടുപോകും.
ഈ ഫാമിൽ ലാൻഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്നാലും അവനെയും കൂടെ ഒന്ന് വലിക്കാം ഗേസ്. കാരണം ഇവിടെ ഒരുത്തനും കൂടെ സ്പോൺ ആയിട്ടുണ്ട്. അവിടെ നീയും കൂടെ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഗേസ്. ഓക്കെ, അമ്മാരുടെ ചുറ്റും ഞാൻ ഈ ഒരു ഫെൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 പേരും അകത്തുണ്ട്. ഞാൻ എന്തായാലും ഒരു സ്ഥലത്ത് നമുക്ക് ഡോർ ആക്കാം. ഇവിടെ തന്നെ വെക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് ഇവന്മാർക്ക് ഒരു തിന്നാനായിട്ട്. ഇവന്മാർ ഇത് തിന്നാലേ പുതിയൊരു നമുക്ക് ഈ ഒരു ഊള് കിട്ടത്തുള്ളൂ. ഇത് മെയിനായിട്ട് കൊടുക്കുന്ന ഊള ഉണ്ടാക്കാൻ തന്നെയാണ്. ഇനി നമുക്ക് ഇവനെയും കൂടെ ഒന്ന് വിരുന്നാക്കാം. ഞാൻ മറ്റേ തണ്ടർ സ്റ്റോമാണ് ഇവിടെ നിന്ന് കിടന്നുറങ്ങി. എനിക്ക് അവൻ ഒരുത്തനെ ഒരു ഷീപ്പിനെ കൊന്നു. അവൻ്റെ ട്രൈഡൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഷെല്ലും ഉണ്ടായിരുന്നു. ട്രൈഡൻ്റ് അവൻ ഡ്രോപ്പ് ചെയ്തില്ല, പകരം ഷെല്ല് കിട്ടി. ഓക്കെ, ഞാൻ തന്നെ ഇനി ഒരു ഓഫ് ക്യാമറയിൽ പോയിട്ട് അവിടെ അവനെ ഷെയർ ചെയ്തോളാം. അവന്മാരെ ഇവിടെ ഇപ്പോൾ ഒരു 10-15 ഒരു 8 പേരെങ്ങാണ്ടായെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. നമുക്ക് ഇത്രയും പേരിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 പേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഈ അവന്മാരെ വെച്ചിട്ടാണ് നമുക്ക് മുളപ്പിക്കാൻ. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകാനായിട്ട് നമുക്ക് മെഡ്രോക്ക് വരെ ഒന്ന് കുഴിയണം. ഓക്കെ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് കുഴിച്ച് പോകാൻ പോകുന്നത്. ഓക്കെ, 2 ബ്ലോക്ക് ഇടപെട്ട് എന്നിട്ട് നമുക്ക് താഴെ ഒരു ലാഡർ വെക്കണം. എന്നിട്ട് നമുക്ക് ഓഫ് ക്യാമറ പോയിട്ട് മൈൻ ചെയ്യണം. അതിന് ഒരു ഓർച്ചറുണ്ടാക്കാം. അല്ല, ഇത് തന്നെ മതിയായിരിക്കും. നോക്കാം. ഓക്കെ, ഇവിടുന്നാണ് കേട്ടോ. ഞാൻ കേസ് അവിടെ ഫുള്ള് മറ്റേ വാട്ടറായിരുന്നു. ഞാൻ കുറച്ച് പോയപ്പോൾ അവിടെ മൊത്തം വെള്ളം കണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്തായാലും ഇവിടെ കുഴിക്കുന്നില്ല. ഇവിടെ കുഴിക്കാം.